നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ തൊട്ട് അയൽപക്കത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ POKയിൽ, പാക് ഒക്കുപൈഡ് കാശ്മീരിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. കുറച്ച് ദിവസമായി അത് തുടങ്ങിയിട്ട്. നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്, വാർത്തയായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇത് സാഗൂതം വീക്ഷിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു നടപടി എടുക്കുന്നില്ല. ഇതെവിടം വരെ പോകുമെന്നറിയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കാര്യത്തിൻ്റെ ഗൗരവം അറിയാത്ത ചിലരൊക്കെ പറയുന്നുണ്ട്, ഇത് നല്ല അവസരമാണ്, ആ പോക്കിങ്ങി പിടിച്ചെടുത്തുകൂടെ, എന്നിട്ട് നമ്മുടെ കൂടെ ചേർത്തുകൂടെ എന്ന്. പക്ഷേ ഗൗരവം അറിയാവുന്നവർ പറയുന്നുണ്ട്, ആ സ്ഥലം മാത്രമാണെങ്കിൽ നോക്കാം, അതിലെ ആളുകളെ കൂടി ഇങ്ങോട്ട് ചേർക്കുന്നത് മണ്ടത്തരമായിരിക്കും, ഒട്ടകത്തിന് സ്ഥലം കൊടുക്കുന്ന പോലുള്ള അവസ്ഥയായിരിക്കും. ലോകമെമ്പാടും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ചില അജണ്ടകൾ ഇന്ന് ബുദ്ധിയുള്ള ഭരണാധികാരികൾക്കത് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു പതിപ്പല്ലേ ഈ POKയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു സംശയം ഇവിടുത്തെ ഭരണാധികാരികൾക്കും തീർച്ചയായിട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ആയുധശക്തി കൊണ്ടാണെങ്കിലും സാമ്പത്തിക ശക്തി കൊണ്ടാണെങ്കിലും ഇന്ത്യയോട് മുട്ടി നിൽക്കാനുള്ള ഇല്ല പാകിസ്ഥാൻ. അപ്പോൾ അവിടെ തന്നെ അവിടുത്തെ ജനങ്ങൾ ഇന്ത്യയോട് ചേരണമെന്ന് പറഞ്ഞു നിൽക്കുന്നു. ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങൾക്കായിട്ട് ഇന്ത്യയുടെ അതിർത്തികൾ തുറന്നിട്ട് തരൂ, ഞങ്ങളങ്ങോട്ട് വരട്ടെ, ഈ കാലന്മാരിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കൂ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത് നമ്മുടെ ഇവിടെ ആരാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വാർത്ത കൊടുക്കുന്നത് എന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ ആഗോള അജണ്ട മനസ്സിലാവുന്നത്. നോക്കൂ, ചന്ദ്രിക പോലുള്ള പത്രങ്ങൾ, അതേപോലെ തന്നെ മീഡിയ വൺ നോക്കിയാലും ഈ POKയിലെ വിഷയങ്ങളെ പറ്റിയൊക്കെ പറയാം. സാധാരണഗതിയിൽ ഇവർക്ക് പ്രശ്നമുള്ള സ്ഥലങ്ങളിലെ വാർത്ത മറച്ചു പിടിച്ച് മാത്രമാണ് ഇവർ നമ്മളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അവിടെ പാകിസ്ഥാൻ സൈന്യം തന്നെ കുറേ എണ്ണത്തിന് വെടിവെച്ച് കൊന്നു. എന്നിട്ടും ഓരോ ദിവസം കഴിയുന്തോറും ഇത് പ്രതിഷേധം കലാപമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരവിടെ കിടന്ന് നിലവിളിക്കുകയാണ്, ഇന്ത്യ അതിർത്തി തുറന്നു തരണം, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ, ഞങ്ങൾക്ക് ഇന്ത്യയുടെ കൂടെ ചേരാനാണ് താല്പര്യം എന്നൊക്കെ. പക്ഷേ ഇതൊരു അവസരമാണ് എന്ന് കണ്ടിട്ട് നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗോ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഒന്നും യാതൊരു പ്രതികരണം നടത്തുന്നില്ല. നിങ്ങൾ ഇനി അവിടെ കിടന്നിട്ട് എന്തൊക്കെ കാണിച്ചാലും ശരി, അതിർത്തിയും തുറക്കാൻ പോകുന്നില്ല എന്ന നിലപാട് തന്നെയാണ്. അത് തന്നെയാണ് ശരി. കാരണം അങ്ങനെ ചെയ്തിട്ടുള്ളവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ട്. സിറിയ, ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ അവിടെ ഇസ്ലാമിക ഭരണ രീതി തന്നെയായിരുന്നു, ആ ഭരണകർത്താക്കളായിരുന്നു. അവിടെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ആ രാജ്യത്തിനകത്ത്, പുറത്താരും വന്ന് ചെയ്താൽ ആ രാജ്യത്തിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. അത് പിന്നീട് ആഭ്യന്തര കലാപത്തിലേക്ക് തന്നെ പോകുന്നു. അവസാനം കൂടും കുടുക്കിയെടുത്തുകൊണ്ട് ആളുകൾ പരക്കം പായുകയാണ് അഭയാർത്ഥികളായിട്ട്. പക്ഷേ 54 or 57 ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഇവരാരും അവർക്ക് അഭയം കൊടുത്തില്ല. ഈ ഉമ്മത്തൊക്കെ പറയുമ്പോൾ വലിയ ഉമ്മത്തൊക്കെ അവർ പറയും, പക്ഷേ ഒരൊറ്റ എണ്ണം ഇവർക്ക് വേണ്ടിയിട്ട് അതിർത്തി തുറന്നു കൊടുത്തില്ല. അവസാനം ആര് കൊടുത്തു? മണ്ടന്മാരായിട്ടുള്ള യൂറോപ്യൻസ് കൊടുത്തു. ഇപ്പോൾ പറയുമ്പോൾ സ്വീഡനും ഡെൻമാർക്കും നോർവേയും ഒക്കെ, ജർമ്മനിയും ഫ്രാൻസും എല്ലാം ഇവരെ സ്വീകരിച്ചു. പിന്നെയുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ പപ്പു പറയുന്ന പോലെ തന്നെ ഖതം, ഗയ, ടാറ്റ, ബൈ ബൈ എന്നൊരവസ്ഥയാണ് യൂറോപ്പിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ ഒരു പാഠം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയൊക്കെ അവിടെ പ്രശ്നങ്ങളുണ്ടായിട്ടും എന്നാൽ ഇതൊരു അവസരമായിട്ട് കണ്ട് അവിടുത്തെ പ്രാദേശികവാസികളായിട്ടുള്ള ആളുകളും നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ ഇതൊരു അവസരമാണ്. പാക് ഒക്കുപൈഡ് കാശ്മീരാണ്, അത് പൂർണ്ണമായിട്ട് പാകിസ്ഥാൻ്റെ പക്കലല്ല. ആ പേര് കൊണ്ട് സൂചിപ്പിക്കുന്നത് തന്നെ അവർ കൈവശപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ്. അത് വേണമെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാം. പക്ഷേ അതിന് മുതിരുന്നില്ല. ആ സ്ഥലം മാത്രമായിട്ട് കിട്ടുവാണെങ്കിൽ നോക്കാം എന്നൊരു മനോഭാവമായിരിക്കണം ഒരുപക്ഷെ നമ്മുടെ ഭരണാധികാരികൾക്ക്. അത് തന്നെയാണ് ശരി. അല്ല എങ്കിൽ ആ സ്ഥലവും അവിടുത്തെ അവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗക്കാർ, അവരെയും കൂടി ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം കുറേ മാസങ്ങൾ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ ശാന്തരായിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്. കുറച്ച് പേരൊക്കെ പിടിച്ചതിന് ശേഷം തനിക്കുണം കാണിച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും ലോകത്തെല്ലായിടത്തും അവരങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിനാൽ വഴിയേ പോകുന്ന വയ്യാവലി എടുത്ത് വെക്കണ്ട, പറന്നു പോകുന്നത് ഏണി വെച്ച് പിടിക്കണ്ട എന്നൊരു തീരുമാനത്തിൽ തന്നെയാണ് നമ്മുടെ ഭരണാധികാരികൾ. അത് തന്നെയാണ് ശരി. അല്ലാതെ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ ഈ പോക്ക് പിടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. അത് വെറുതെ എന്തിനാ. ഇപ്പോൾ തന്നെ മലയാളം സംസാരിക്കുന്ന ഒരുപാട് ആഗോള തീവ്രവാദികളുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. ചിലവരുടെ കമൻറ്റ് പറ്റുമോ കണ്ടു കഴിഞ്ഞാൽ, ഇവൻ സിറിയൻ ഭീകരവാദിയാണോ, ഇറാഖ് ഭീകരവാദിയാണോ, അഫ്ഗാൻ ഭീകരവാദിയാണോ, ഇവൻ എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. കാരണം നമ്മുടെ ഇടയിൽ താമസിക്കുന്നവന്മാർ തന്നെ ഈ ചിന്താഗതിയോടെ നിൽക്കുന്ന സ്ഥലമാണ് കേരളവും ഇന്ത്യയൊക്കെ. അവിടേക്ക് ഇവറ്റകളെ കൂടി വലിച്ച് കയറ്റണോ? അയ്യോ എൻ്റെ പൊന്നോ, വേണ്ടേ വേണ്ട.